ആദിലയും അക്ബറുമാണ് സംസാരിക്കുന്നത്. ഷാനവാസിനെ കുറിച്ചാണ്. നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് കേട്ടോ. ഷാനവാസ് ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണെന്നും നല്ലൊരാളാണെന്നൊക്കെയാണ് പറയുന്നത്. ആദില പറയുന്ന ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ഷാനവാസിക്ക. പുള്ളിക്ക് നിങ്ങളൊരു സീക്രട്ട് ടാസ്ക് കൊടുത്തിട്ട് പുള്ളി കണ്ടില്ലേ, അതങ്ങനെയാണ് ആ മനുഷ്യൻ. അതിൽ ലക്ഷ്മി പറയുന്നത് വിശ്വസിച്ച് ഞാൻ പുള്ളിയെ ഈ ഗെയിം കുളവാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി വിളിച്ചതാണെന്നുള്ള രീതിയിൽ ആര്യന് ഭയങ്കര ടെൻഷനായിരുന്നു പുള്ളിയെ വിളിക്കുന്നത്. വേണ്ട, ഇത് വേണോ, ഇത് കുളമാകത്തില്ലേ എന്നൊക്കെ ചോദിച്ചാണ്. ഞാനാണ് പറഞ്ഞത്, അല്ലടാ ആ പുള്ളി നന്നായിട്ട് ചെയ്യും, നീ വിളിക്കുന്നത് ഞാനാണ് പറഞ്ഞത്. സത്യത്തിൽ അയാൾ കുളവാക്കിയപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ആൾ പാവാണ്, തൊട്ടാൽ പൊട്ടും. അയാൾ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ് അക്ബർ പറയുക. ഞാൻ അമ്മായിന്ന് വിളിക്കുന്നതൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കും കുഴപ്പമുണ്ടോ ഇക്കാ. പുള്ളിയുടെ മൂഡ് അനുസരിച്ചിരിക്കും ചിലപ്പോൾ ആളെടുക്കുന്നത്. അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് പുള്ളിയുടെ ഫാമിലി സ്റ്റോറിയൊക്കെ കേട്ടിട്ട് എനിക്കും കരച്ചിൽ വന്ന്, ഞാൻ കരഞ്ഞ്, പുള്ളിയും കരഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ എന്തിനാണ് എന്തെങ്കിലും ഒന്ന് മിണ്ടിയാൽ നിങ്ങൾ ഉടനെ മീശ വിരിച്ചൊക്കെ കാണിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മുടെ പ്രൊവോക്കിങ് നമ്മളും കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്നോട് പറയാണ്, പാവം, എനിക്ക് അന്നാണ് ആ മനുഷ്യനെ അന്ന് എന്നോട് പറയടാ, ഞാൻ ശരിക്കും മീശ വിരിക്കുന്നതല്ലടാ, എനിക്ക് ഇവിടെ മീശ ഇങ്ങനെ കൊള്ളും, അതുകൊണ്ട് ഞാനിങ്ങനെ പിരിച്ചു വെക്കുന്നതാണെന്ന്. അതോടുകൂടി ഞാൻ ആ പാട്ട് വിട്ടെന്ന്. അത് പറഞ്ഞ അക്ബർ ഭയങ്കര ചിരിയാണ് കേട്ടോ. അതേ പിന്നെ ഞാൻ ആ പാട്ടേ പാടിയിട്ടില്ല, ആ പാട്ടിൽ ഞാൻ നിർത്തി. പാവമാണ് ആള്. അന്നത്തെ ആ ടാസ്കിൽ, ആ ഫാക്ടറി ടാസ്ക്, അതിൽ ആ മനുഷ്യൻ കണ്ടെന്ന് അന്നേക്ക് നിന്നെയും കൂടാൻ പറ്റിയില്ല, ഞങ്ങളുടെ സൈഡിൽ നിൽക്കാൻ പറ്റിയില്ല, ആകെ ഒരു വല്ലാതെ ഒറ്റപ്പെട്ടാണ് കായിപ്പോയി ആ മനുഷ്യനെന്ന് അത് ആദ്യത്തെ ദിവസം എനിക്ക് പൈസ തന്നില്ല. ആദ്യത്തെ ആ ടാസ്കിൽ എനിക്ക് പൈസ തന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അലമ്പാക്കി നൂറയ്ക്ക് അത് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ സ്ട്രാറ്റജി. അപ്പോഴും ഞാൻ നോക്കുന്നുണ്ട് നമുക്ക് വേണ്ടി ആരൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന്. എൻ്റെ ഫസ്റ്റിലത്തെ കടമ്പയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നിനക്ക് തരാൻ മടിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ല, അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കിട്ടരുതെന്നുള്ളതായിരുന്നു എൻ്റെത്. അപ്പോഴും ഞാൻ നോക്കുന്നുണ്ട് ആരൊക്കെ ഇതിന് എനിക്ക് വേണ്ടി സംസാരിക്കുന്നെന്ന്. ഒണിയിലും അഭിലാഷും പറഞ്ഞ് ഞങ്ങളുടെ ലീഡറിന് കൊടുക്കണം, അക്ബറിന് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ മിണ്ടുന്നില്ല, എനിക്ക് കിട്ടണ്ടെന്നുള്ള മൈൻഡാണ്. പിറ്റേ ദിവസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഉറപ്പിച്ച് സാധനങ്ങളെല്ലാം മാറ്റി വയ്ക്കുകയെന്ന്. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനിടയ്ക്ക് ഷാനവാസിക്ക യൂണിയനുമായിട്ട് യോജിക്കുന്നുണ്ട്, എന്നാൽ ഇപ്പുറത്ത് കണ്ണുകൊണ്ട് എല്ലാം കൈമാറുന്നുണ്ട്. പുള്ളി പൂർണ്ണമായിട്ട് സമരത്തിലുമില്ല, എന്നാൽ പകുതി ചായ്വ് നൂറയുടെ അടുത്തോട്ടുമുണ്ട്. അപ്പോഴും ഞാൻ പറയുന്നത് ഷാനവാസിക്ക സമരമാണ്, അതിന് ഞാൻ ജോലി ചെയ്യുന്നില്ലല്ലോ. അല്ല, ജോലി ചെയ്യുക മാത്രമല്ല, നിങ്ങൾ മോറൽ സപ്പോർട്ട് അങ്ങോട്ട് പോകുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മാക്സിമം അലമ്പാക്കിയില്ലേ. നമ്മളവിടുന്ന് ഓരോന്ന് അടിച്ചു മാറ്റാൻ നോക്കുകയാണല്ലോ. അപ്പോൾ നീലും അഭിലാഷും കൂടെ ഉറപ്പിച്ച് ആളെ പിന്നെയും തട്ടാന്ന്. ഞാൻ അത്ര എൻജോയ് ചെയ്തൊരു ടാസ്ക് ഞാൻ പൂണ്ട് വിളയാടുമായിരുന്നു. തൊഴിലാളി യൂണിയൻ ലീഡറൊക്കെ ആയിട്ട് സത്യം എനിക്ക് പുറത്തു പോയിട്ട് അതൊക്കെ കാണണം, എന്താ ചെയ്തേക്കുന്നതെന്നൊക്കെ. മൂന്നാമത്തെ ദിവസം ആ ടാസ്ക് ലാഗാക്കുക എന്നുള്ളത് എല്ലാവർക്കും ഒരുമിച്ച് വന്നൊരു ഐഡിയ. മസ്താനിക്ക്, എനിക്ക്, ഉണ്ണീലിനും ഒരേപോലെ വന്നൊരു ഐഡിയ ആയിരുന്നത്. അത് എനിക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല, ഞാനാണെന്നത്. ഞങ്ങൾ 4 പേരും ഒരുപോലെ ചിന്തിച്ചെടുത്ത് വരണമായിരുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് നൂറ പറയുന്നത് എനിക്കൊരു നോമിനേഷൻ ഉണ്ടായിരുന്നു, അത് കട്ടായി പോയെന്ന് പറയുമ്പോൾ ഷാനവാസിക്ക അപ്പോഴാണ് ഒരുമാതിരി ഞങ്ങളെ നോക്കുന്നത്. ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആ പ്ലാനുമായിട്ട് ഒത്തുപോകാത്തവർ ആ ടീമിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. വിന്നിയെ നമുക്ക് തോന്നിയില്ല. വിന്നി പ്ലാന് കുളവാക്കുന്നുള്ളതല്ല, പക്ഷെ നമുക്ക് വിന്നിയും തോന്നിയില്ല. പിന്നെ ലക്ഷ്മിയും മസ്താനിയും സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്രൂക്കഡ് മൈൻഡ് ഉണ്ട് ടാസ്കിൽ. എന്ത് രസമാണെന്നറിയാം അത് ആലോചിച്ച് നോക്കുമ്പോൾ. ഉടനെ അതിൽ പറഞ്ഞു ഇപ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. അന്ന് ഞങ്ങൾ തൊഴിലാളികൾ ജയിച്ച ഒരു ദിവസമായിരുന്നു, ഭയങ്കര രസമായിരുന്നത്. പക്ഷെ പുള്ളി ഭയങ്കര പാവം. പുള്ളി നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ടാസ്കിൽ ചേർക്കാൻ പറ്റത്തില്ല. ഷാനവാസിക്ക ആൾ ഭയങ്കര പാവമാണ്.